സങ്കീർത്തനം. അകതാരിൽ നിന്നുയരും സ്തുതി കീർത്തനം. ഓരോ അണുവിലും കുടികൊള്ളും ചൈതന്യമേ, ഒരു വേള പോലും ഞാൻ പിരിയാതെ പാടിടാം. ആത്മാവിൽ നിറയുന്ന സങ്കീർത്തനം. അകതാരിൽ നിന്നുയരും സ്തുതി കീർത്തനം. ഓരോ അണുവിലും കുടികൊള്ളും ചൈതന്യമേ, ഒരു വേള പോലും ഞാൻ പിരിയാതെ പാടിടാം. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. സങ്കീർത്തനങ്ങളും സ്തുതി കീർത്തനങ്ങളും സർവേശസൂനുവേ പാടിടുന്നു. സങ്കീർത്തനങ്ങളും സ്തുതി കീർത്തനങ്ങളും സർവേശസൂനുവേ പാടിടുന്നു. സ്വർഗസിംഹാസന സന്നിധി പാടുന്നു. സ്വർഗീയ ദൂതരോടൊത്തു ഞങ്ങൾ. സ്വർഗസിംഹാസന സന്നിധി പാടുന്നു. സ്വർഗീയ ദൂതരോടൊത്തു ഞങ്ങൾ. സ്വർഗീയ സംഗീതം പാടിടാം. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയെ ചൊല്ലുക. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹ സാന്നിധ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഓരോ നിമിഷത്തിലും അങ്ങ് എനിക്ക് നൽകുന്ന ദിവ്യ പ്രേരണകൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, എന്റെ ജനനം മുതൽ ഇന്നേ വരെ അങ്ങ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എന്റെ മാതാപിതാക്കളിലൂടെ, എന്റെ കുടുംബാംഗങ്ങളിലൂടെ, എന്റെ ഗുരുഭൂതരിലൂടെ, മറ്റനേകം പേരിലൂടെ അങ്ങ് എന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും എനിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു.
പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, അങ്ങന്ന് തിരുവചനത്തിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനാണ് നിന്നെ ഗർഭം ധരിച്ചത്, പ്രസവിച്ചത്, പാലൂട്ടി വളർത്തിയത്, നടക്കുവാൻ പരിശീലിപ്പിച്ചത്, കുനിഞ്ഞ് ഭക്ഷണം നൽകിയത്, കൈപിടിച്ച് നടത്തിയത്, പിതാവായ ദൈവമേ, ഞാനാണ് നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് എന്നിങ്ങനെ അനേകം വചനങ്ങളാൽ എന്നെ ആശ്വസിപ്പിച്ച പിതാവായ ദൈവമേ, ഞാൻ നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, ഓരോ കുമ്പസാരത്തിലൂടെയും അങ്ങ് എനിക്ക് നൽകുന്ന സ്നേഹത്തിനും എന്നോട് കാണിക്കുന്ന അനന്തമായ കരുണയ്ക്കും ഞാൻ നന്ദി പറയുന്നു. പാപങ്ങൾ മോചിച്ച് എല്ലാ തിന്മകളിൽ നിന്നും എനിക്ക് വിടുതൽ നൽകി അങ്ങയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തക്കവിധം അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കുന്നു. നല്ല ഈശോയെ, ഞാൻ നന്ദി പറയുന്നു. അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്റെ ജനനം മുതൽ ഇന്നേ വരെ അനേകം സൽപ്രേരണകളാലും പ്രചോദനങ്ങളാലും ഉൾക്കാഴ്ചകളാലും എന്നെ കൈപിടിച്ച് നടത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ആലയമായ എന്റെ ഈ ശരീരത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. കർത്താവ് പിതാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് എണീറ്റ് നിൽക്കാം. ഇരുകരങ്ങളും ഉയർത്തി നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ആത്യന്തികമായിട്ടുള്ള ഉത്തരം പിതാവാണ്, കർത്താവാണ്, പരിശുദ്ധാത്മാവാണ്, തൃത്വിക ദൈവമാണ്. ഒരു കുഞ്ഞിന് അമ്മയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം. ഒരു ഉറുമ്പ് കടിച്ചാലും കൊതുക് കടിച്ചാലും എന്ത് വിഷമം വന്നാലും അമ്മയെ വിളിച്ചപേക്ഷിക്കുന്നു, അമ്മയിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നു എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കുരുടരെയും മുടന്തരെയും തറവാത രോഗികളെയും കുഷ്ഠരോഗികളെയും സുഖപ്പെടുത്തിയ ഈശോ, മരിച്ചവരെ ഉയർപ്പിച്ച യേശുവാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം യേശുവിനെ ഞാൻ അന്വേഷിച്ചപ്പോഴെല്ലാം, യഥാർത്ഥ ആഗ്രഹത്തോടെ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചപ്പോഴെല്ലാം എനിക്ക് കർത്താവ് ഉത്തരം നൽകിയിട്ടുണ്ട്. നമുക്ക് നന്ദി പറയാം. ഒരു മരത്തിൽ എത്രയോ ഇലകളുണ്ട്, നമുക്ക് എണ്ണി തീർക്കാൻ സാധിക്കുകയില്ല. 103 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും നീ മറക്കരുത്. ഇരുകരങ്ങൾ ഉയർത്തി പിതാവിനും കർത്താവിനും പരിശുദ്ധാത്മാവിനും നന്ദി പറഞ്ഞ് ഭാഷാപരത്തിൽ ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. ഉറക്കെ ഹല്ലേലൂയ 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 നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാം സമർപ്പിച്ച സമർപ്പണത്തിൻ്റെ ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് പാടാം. നൽകിയ അബ്രാഹത്തെ പോൽ ഞാനിതാ കാഴ്ചയേകുന്നു, സാദരം കാഴ്ച നൽകുന്നു. എൻ്റെ ജീവിത സർവവും കാഴ്ച നൽകുന്നു. ദൈവമേ
യാക്കോബിൻ ദൈവമേ സ്വീകരിച്ചാലും. തിരുവചന ഭാഗം 1 സാമുവേലിലെ 9 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. അതിൻ്റെ ചുരുക്കം ഇതാണ്. നമുക്കറിയാം, ഹന്നായ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. അവൾ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെക്കുറിച്ച് തിരുവചനം എങ്ങനെയാണ് പറയുന്നത്? ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ എലി ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവ്, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുത്. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതീക്ഷിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരൊക്കെ സ്പർശിക്കുകയില്ല. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നില്ല. അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഹന്ന പ്രതിവചിച്ചു, എൻ്റെ ഗുരു, അങ്ങനെയല്ല. വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഈ ദാസിയെ അധപ്പതിച്ചെരുവളായി വിചാരിക്കരുത്. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക. ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാ കടാക്ഷമുണ്ടാകട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. തിരുവചനത്തിലൂടെ പറയുന്ന നമുക്ക് കിട്ടുന്ന സന്ദേശം ഇതാണ്. യേശു പിതാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഉള്ളത്, എൻ്റെ മധ്യത്തിലുള്ളത്. നമുക്കറിയാം, കുരുടരെ, മുടന്തരെ, തറവാത രോഗികളെ, കുഷ്ഠരോഗികളെല്ലാം അവിടുന്ന് ആശ്വസിപ്പിച്ച് സുഖപ്പെടുത്തി. കർത്താവ് എന്നെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ആ ആളിലൂടെ നമുക്ക് കിട്ടുന്ന ആശയങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു വന്ന് അമ്മ ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് പ്രശ്നം? അവൾ കുറച്ച് കാര്യങ്ങൾ വാക്കുകളിലൂടെ പറഞ്ഞു. കുറച്ചുകൂടി വിഷമം കൂടുമ്പോൾ നിശബ്ദയായിരുന്നു. കുറച്ചും കൂടി വിഷമം വരുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നു. അതിൻ്റെ അർത്ഥം അമ്മയ്ക്ക് മനസ്സിലായി, വളരെ ഗൗരവമായി എന്തോ വേദനിപ്പിക്കുന്ന അനുഭവം അവൾക്കുണ്ടായിട്ടുണ്ട്. വാക്കിലൂടെ പറഞ്ഞത്, നിശബ്ദതയിലൂടെ അമ്മയോട് പറഞ്ഞത്, കണ്ണീരിലൂടെ അമ്മയോട് പറഞ്ഞത്, ഇത് മൂന്നും ഒരമ്മ പെട്ടെന്ന് മനസ്സിലാക്കും. മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ 3 തരത്തിലുള്ള ആശയവിനിമയങ്ങളും അമ്മയേക്കാൾ കൂടുതലായിട്ട് 100 ഇരട്ടിയായിട്ട് ഈശോ മനസ്സിലാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ ഈശോയോട് പകരുകയായിരുന്നു. നിങ്ങൾ നിശബ്ദമായി ഇരുന്നാലും, വാക്കുകളിലൂടെ പ്രാർത്ഥിച്ചാലും, കണ്ണീരിലൂടെ പ്രാർത്ഥിച്ചാലും അത് മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്, ഈശോയാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ വിശ്വസിക്കുക. എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണെന്ന് ഉള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഹന്ന കർത്താവിൻ്റെ മുമ്പിൽ ആ ഹൃദയവികാരങ്ങൾ പകർന്നത്. എൻ്റെ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കും. നമ്മൾ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഉടനീളം കാണുന്നുണ്ട്. ആരെല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ കർത്താവ് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവിടുന്ന് എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ ജനനം മുതൽ ഇന്നേ വരെയുള്ള എല്ലാ അലച്ചിലുകളും എണ്ണിയിട്ടുണ്ട്. ഇതാണ് 56-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, ഇന്നേ വരെയുള്ള കണ്ണുനീര്. അതുകൊണ്ട് എന്നെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ, ഒരു കുഞ്ഞിന് വെള്ളം ദാഹമുണ്ടെങ്കിൽ അമ്മയ്ക്കറിയാം, അമ്മ വെള്ളം കൊടുക്കുന്നു, ഭക്ഷണമല്ല വെള്ളം കൊടുക്കുന്നു. വിശപ്പാണെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പ്രശ്നങ്ങൾ എന്താണ്? ശാരീരികമായിരിക്കാം, മാനസികമായിരിക്കാം, ആധ്യാത്മികമായിരിക്കാം.
എൻ്റെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളായിരിക്കാം, കടബാധ്യതകൾ. ഏതാണോ പ്രശ്നം അതിലേക്ക് കടന്നു വന്ന് എന്നെ സുഖപ്പെടുത്താൻ, ആശ്വസിപ്പിക്കാൻ, വിമോചിപ്പിക്കാൻ കർത്താവിന് സാധിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ നിസ്സഹായത ഏറ്റുപറയണം കർത്താവിനോട്. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, അങ്ങേക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഞാൻ പറയാറുണ്ട്, ഒരു കുഞ്ഞിനെ അമ്മ കൈകളിൽ വാരിയെടുക്കുന്നു. കുഞ്ഞിനെ അമ്മയുടെ കൈകളിൽ വാരിയെടുക്കാനുള്ള യോഗ്യത എന്താണ്? നമുക്കറിയാം, നിസ്സഹായത. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് ഒരു കുഞ്ഞ് പറയുന്നത്. അതുകൊണ്ട് വേറെ ആരെയും നോക്കാതെ അമ്മ കുഞ്ഞിനെ വാരിപ്പുണരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈശോ എൻ്റെ നിസ്സഹായത മനസ്സിലാക്കി എന്നെ സഹായിക്കാനായിട്ട് ഇതാ എൻ്റെ മധ്യത്തിലുണ്ട്. എന്നിലുള്ള പാപത്തിൻ്റെ മേഖലകൾ ഉപേക്ഷിച്ച് കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലേക്കും അത്ഭുതകരമായിട്ട് കടന്നു വരും. ഓരോ ധ്യാനത്തിലും കൺവെൻഷനിലും ഓരോ ആരാധനയിലും നടക്കുന്ന രോഗശാന്തികൾ ഇതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ കർത്താവിന് സമർപ്പിക്കാം. കർത്താവിൻ്റെ ഒരു നോട്ടം, കർത്താവിൻ്റെ ഒരു വാക്ക്, കർത്താവിൻ്റെ ഒരു സ്പർശനം മാത്രം മതി സൗഖ്യം കിട്ടാനായിട്ട്. പുതിയ നിയമത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. കർത്താവ് അനേകം രോഗികളെ തൊട്ട് സുഖപ്പെടുത്തി. അനേകം പേരോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു. പത്രോസിനെ ഒന്ന് നോക്കി അവനിൽ മാനസാന്തരം ഉണ്ടായി. അതേ കർത്താവ് അതേ സ്നേഹത്തോടുകൂടി, അതേ ശക്തിയോടുകൂടി, അതേ കരുണയോടുകൂടി ഇതാ നമ്മുടെ സന്നിധിയിലുണ്ട്. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കർത്താവേ, കടന്നു വരണമേ. എൻ്റെ ദുഃഖങ്ങളിലേക്ക്, എൻ്റെ വേദനകളിലേക്ക്, എൻ്റെ മുറിവുകളിലേക്ക്, എൻ്റെ പാപങ്ങളിലേക്ക്, എൻ്റെ ദുശ്ശീലങ്ങളിലേക്ക്, എന്റെ ദുസ്തഴക്കങ്ങളിലേക്ക്, എന്റെ നിസ്സഹായതയിലേക്ക് കർത്താവേ കടന്നു വരണമേ. അങ്ങയെ എന്റെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുവാൻ, അംഗീകരിക്കുവാൻ, അങ്ങയെ എന്റെ കർത്താവായി ഏറ്റുപറയുവാൻ എനിക്ക് കൃപ നൽകണമേ. ഇരുകരങ്ങളെ ഉയർത്തി ഭാഷാപരത്തിലൊരു നിമിഷം വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ദിവ്യ ശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ, ദിവ്യ നിലത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ, നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരുകരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.